ഹായ് ഫ്രണ്ട്സ്, എൻ്റെ പേര് സൗമ്യ. എല്ലാവർക്കും ഇൻഫോ ടിപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. പ്രായം 30 കടന്നതേ ഉള്ളൂ, പക്ഷേ ചർമ്മത്തിൽ ചുളിവുകൾ വീണു തുടങ്ങി. കണ്ടാൽ വാർദ്ധക്യം ബാധിച്ചതാണെന്നും തോന്നും. ഈ പ്രശ്നം അഭിമുഖീകരിക്കുന്ന നിരവധി പേർ നമുക്കിടയിലുണ്ട്. ഇതുമൂലം ആത്മവിശ്വാസം നഷ്ടപ്പെടുന്നവരുമുണ്ട്. ചില കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നമുക്ക് അകാലത്തിൽ തെളിയുന്ന ഇത്തരത്തിലുള്ള ചുളിവുകളെ നമുക്ക് അകറ്റാനായിട്ട് സാധിക്കും. അപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇതിനെക്കുറിച്ചാണ്. നമ്മുടെ ചർമ്മത്തിന് ശരിയായ സംരക്ഷണം നൽകാത്തതോ അല്ലെങ്കിൽ കടുത്ത വെയിലടിക്കുന്നതോ മൂലം മുഖചർമ്മത്തിൽ അകാലത്തിൽ ചുളിവുകൾ ഉണ്ടാകാം. മുഖം മസാജ് ചെയ്യുമ്പോഴും ക്രീമോ പൗഡറോ മറ്റോ തേക്കുമ്പോഴും കൈകളുടെ ദിശ താഴേക്കായിരുന്നാൽ മുഖത്ത് ചുളിവുകൾ ഉണ്ടാകാനായിട്ട് ഇടയുണ്ട്. മസാജ് ചെയ്യുമ്പോൾ എപ്പോഴും വിരലുകൾ മുകളിലേക്ക് ഉള്ള വശങ്ങളിലേക്ക് മാത്രമേ ചലിപ്പിക്കാവൂ. അതുപോലെ വെയിലേൽക്കുന്നത് കഴിയുന്നത് നിങ്ങൾ കുറയ്ക്കുക. അതുപോലെ ഉറങ്ങാൻ പോകും മുമ്പ് ഏതെങ്കിലും നൈറ്റ് ക്രീം മുഖത്തും കഴുത്തിലും പുരട്ടണം. ഇങ്ങനെ നിത്യവും ചെയ്യണം. പിന്നെ പാൽപ്പാടയിൽ നാരങ്ങാ നീര് ചേർത്ത് നമുക്ക് മുഖത്ത് പുരട്ടി അരമണിക്കൂറിന് ശേഷം തണുത്ത വെള്ളത്തിൽ കഴുകിയാൽ മുഖത്തെ ചുളിവുകളും അത്തരത്തിലുണ്ടാകുന്ന പ്രശ്നങ്ങളും നമുക്ക് മാറ്റാനായിട്ട് കഴിയും. പിന്നെ പഴച്ചാറ് മുഖത്ത് പുരട്ടുന്നതും ചർമ്മത്തിലെ ചുളിവുകൾ അകറ്റാനായിട്ടും മൃദുത്വം നൽകാനായിട്ടും നമ്മളെ സഹായിക്കുന്നതാണ്. ആപ്പിളും നന്നായി പഴുത്ത പപ്പായയും ഈ രീതിയിൽ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. നിത്യവും കുളിക്കും മുമ്പ് ബേബി ലോഷനോ അല്ലെങ്കിൽ ബദാം എണ്ണയോ പുരട്ടി മുഖവും കഴുത്തും മൃദുവായിട്ട് തിരുമുക. ചർമ്മത്തിലെ ചുളിവുകൾ അകലുകയും കൂടുതൽ മൃദുവാക്കുകയും ചെയ്യാനായിട്ട് ഇത് സഹായിക്കും. അതുപോലെ കുളി കഴിഞ്ഞാലുടൻ മുഖത്തും കഴുത്തിലും കൈകളിലും മോയ്സ്ചറൈസർ പുരട്ടണം. ചർമ്മം എന്നെന്നും സുന്ദരമായി സൂക്ഷിക്കാൻ ദിവസവും കുളിക്കും മുമ്പ് മഞ്ഞൾ, ചെറുപയർ, ചെമ്പരത്തിപ്പൂവ് ഇവ ഉണക്കിപ്പൊടിച്ച് ശരീരത്തിൽ പുരട്ടിയാൽ മതിയാകും. അപ്പം വളരെ ഇഫക്റ്റീവായ ഈ കുഞ്ഞു ടിപ്സിലൂടെ നമ്മുടെ ചർമ്മത്തിനുണ്ടാകുന്ന ഇത്തരം പ്രശ്നങ്ങളെ നമുക്ക് നിസ്സാരമായിട്ട് ഒഴിവാക്കാനായിട്ട് സാധിക്കുന്നതാണ്. തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. അതുപോലെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്ത് നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. പിന്നെ ഒരു റിക്വസ്റ്റ് കൂടി ഉണ്ട്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമാണ്. എൻ്റെ ഈ വീഡിയോയ്ക്ക് തൊട്ട് താഴെ കാണുന്ന ചുമന്ന സബ്സ്ക്രൈബ് എന്ന് എഴുതിയ ബട്ടനെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ വരുന്ന ബെല്ലൈക്കണം മറക്കാതെ ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. നാളെ നമുക്ക് ഇതിലും മികച്ച ഒരു വീഡിയോ ആയിട്ട് വീണ്ടും കണ്ടുമുട്ടാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ടേക്ക് കെയർ.